ഹലോ, എന്തുണ്ട് വിശേഷം? ക്ലാരയാണേ. അപ്പോൾ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വെച്ചാൽ ലേറ്റായിപ്പോയി. ഓഫീസ് കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഫുൾ ഇരുട്ടായി. ഞാനിപ്പോൾ സൈഡിൽ എനിക്ക് പാർക്ക് ചെയ്ത് ഞാനങ്ങനെ നിങ്ങളോട് സംസാരിക്കും കുറച്ച് നേരം. അപ്പോൾ ഞാനിപ്പോൾ ഓറഞ്ച് കഴിച്ചുകൊണ്ട് സംസാരിക്കുകയാണേ. നല്ല വിശപ്പ്. ഓഫീസിലൊക്കെ പോയിട്ട് എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പം എന്താ, ഞാനും ഹാപ്പിയായിരുന്നു. ഒത്തിരി ജോലി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചെന്നിട്ട് സമയമില്ല, പാരൻസിൻ്റെ കൂടെയൊക്കെ പോകണം. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അവർ വീട്ടിലുണ്ടാവത്തുള്ളൂ. അപ്പം അതിന് മുന്നേ അവരെ മാക്സിമം നമ്മൾ ഹാപ്പിയാക്കി ഇരുത്താം. അപ്പം ഈ ഹാപ്പി ആക്കി ഇരുത്തുക എന്ന് പറയുമ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഈ ഓറഞ്ചുമായിട്ട് ഇപ്പം ഞാൻ പണ്ട് ഒത്തിരി ബുക്കൊക്കെ വായിക്കുമായിരുന്നു. ഇപ്പം വായനാശീലം ഉണ്ട്, എന്നാലും പഴയ പോലെ ഇല്ല. അപ്പം ഞാൻ ഈ ഓറഞ്ച് വെച്ചിട്ടൊരു കഥ പറഞ്ഞുതരാം. പിള്ളേരൊക്കെ എന്നെ വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിലോ, പിന്നെ വലിയ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ കാണാം കേട്ടോ. എൻ്റെ ഏജിലുള്ള തള്ളമാർക്കും കാണാം. അപ്പോൾ പണ്ട് ഒരു മരത്തിൽ കുറേ ഓറഞ്ചുകൾ ഉണ്ടായി. അപ്പോൾ അവർക്ക് എപ്പോഴും സങ്കടം തരുമേ, നമ്മൾ ഇങ്ങനെ പഴുത്ത് റൈപ്പനായി വരുമ്പോഴത്തേക്കും എന്നെ എല്ലാവരും തിന്നുമല്ലോ, നമുക്കൊരു ഗുണവും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര സാഡായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഓറഞ്ച് മാത്രം പറഞ്ഞു. ആ ഓറഞ്ചിൻ്റെ പേരാണ് ഓറോ മാത്രം പറഞ്ഞു, ഇല്ല, നമുക്കും മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ പറ്റും. നമ്മൾ നല്ല ജ്യൂസിയാണ്, നമ്മൾ ഫ്ലഷിയാണ്, എന്താ നമ്മളെ കാണാൻ നല്ല ഭംഗിയാണ്, നമുക്ക് നല്ല ഓറഞ്ച് കളറാണ്, നല്ല ഷേപ്പാണ്. അങ്ങനെ ആൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓറഞ്ച് നിലത്ത് വീണു. ഈ ഓറോ എന്ന ഓറഞ്ച് നിലത്ത് വീണത് ഒരു ബാലൻ, ഒരു കൊച്ചിൻ്റെ ഫ്രണ്ടിലേക്കായിരുന്നു. അപ്പോൾ കൊച്ച് ഭയങ്കര സാഡായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ഈ ഓറഞ്ച് ആ കൊച്ചിൻ്റെ മുന്നിലേക്ക് വീഴുന്നത്. അപ്പോൾ ആ ഓറഞ്ചിനെ കണ്ടപ്പോഴത്തേക്ക് ആ കൊച്ചിന് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ആ കൊച്ച് നോക്കുമ്പോൾ എന്താ, നല്ല പഴുത്ത ഓറഞ്ച്, നല്ല ഭംഗിയുള്ള നല്ല ഓറഞ്ച്, നല്ല തിളങ്ങുന്ന ഓറഞ്ച് കളറുള്ള ഒരു ഓറഞ്ച്. എന്നിട്ട് അതുമായിട്ട് സന്തോഷത്തോടെ അത് വീട്ടിൽ പോയി. ആദ്യത്തെ ദിവസം ഞാൻ കഴിച്ചില്ല. അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഓറഞ്ച് പഴുത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലല്ലേ, ചീത്തയാവുന്ന സ്മെല്ലല്ല, നല്ല സ്മെല്ല്. അപ്പോൾ ആ വീട് മുഴുവൻ ആ ഓറഞ്ചിൻ്റെ ഒരു നല്ല സ്മെല്ലായി. അപ്പം ആ കൊച്ചിന് ഒന്നുകൂടെ ഹാപ്പിയായി. പിന്നീട് ആ ഓറഞ്ച് ചുളുങ്ങി വരുമല്ലോ, ഇങ്ങനെ കഴിക്കാതെ ആകുമ്പം അത് വെള്ളമൊക്കെ ഇങ്ങനെ അബ്സോർബായിട്ട് ഉണങ്ങി വന്നു. അപ്പോഴും ഈ കൊച്ച് പറഞ്ഞു, ഞാൻ നിന്നെ കഴിക്കത്തില്ല, ഞാൻ നിന്നെ അങ്ങനെ കഴിച്ച് കൊല്ലത്തില്ല, കാരണം നീ എനിക്ക് കുറച്ച് ദിവസമാണെങ്കിൽ കൂടി എനിക്ക് ഒത്തിരി സന്തോഷം തന്നു. ഞാൻ അൺഹാപ്പി ആയിരിക്കുന്ന സമയത്ത്, ഭയങ്കര സങ്കടമായിരിക്കുന്ന സമയത്ത് നീ എനിക്ക് സന്തോഷം തന്നു. 1-2 ദിവസങ്ങളായിരിക്കാം, എന്നാലും നീ എനിക്ക് ഒത്തിരി സന്തോഷം തന്നു. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഞാൻ അതിൽ നിന്ന് പഠിച്ച പാഠം, ഇപ്പം എൻ്റെ ഒരു ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പം ഞാനും ചിലപ്പോൾ ഒത്തിരി സ്ട്രെസ്ഫുള്ളായിട്ടായിരിക്കും ഓഫീസിലും വീട്ടിലൊക്കെ ഉണ്ടാവുക. പക്ഷെ നമ്മൾ പുറത്തൊന്നും കാണിക്കാതെ എല്ലാവരോടും നല്ല ഹാപ്പി ആയിട്ട്, സാഡായിട്ടിരിക്കുന്നവർക്ക് എന്നെ പറ്റി അറിയും ഓക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരൊറ്റ സെൻറ്റൻസ് മതിയായിരിക്കും. ചിലപ്പം എന്നെ ആരും കൺസിഡർ ചെയ്യുന്നില്ലല്ലോ, എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും കുറേ പേര്. ചിലർ ഓക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അവരെയൊക്കെ ഒന്ന് എനർജറ്റിക് ആക്കും. ഞാൻ മിക്ക കമ്പനീസിൽ പോയാൽ അവരൊക്കെ പറയുന്നത് ഭയങ്കര എനർജിയാണ്, നമ്മളൊക്കെ ഡൗൺ ആയാലും നമ്മൾ നല്ല ഉഷാറാക്കും. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പം നമുക്ക് സങ്കടങ്ങളില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റീസ്, ചളി കോമഡി അടിച്ചിട്ടായിരിക്കും ഓക്കെ എന്ത് പറഞ്ഞ് അവരിങ്ങനെ കസരെ പിടിച്ച് കുലുക്കും, ചേട്ടാ ഓക്കെ അല്ലേ, ചേച്ചി ഓക്കെ അല്ലേ, അങ്ങനെ. അപ്പോൾ നമ്മൾ എല്ലാവരും ഹാപ്പിയാക്കി കൊണ്ടുപോവുക. അങ്ങനെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂലെങ്കിലും ചെറിയ കാര്യങ്ങൾ വെച്ച് എല്ലാവരെയും ഹാപ്പിയാക്കുക. അപ്പോൾ ഞാൻ പോട്ടെ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഓറഞ്ചിന് എനിക്ക് വിശന്നപ്പോൾ ഞാൻ സൈഡ് നിർത്തിയതാണ്. അപ്പോൾ ഒരു കഥ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാളെ കാണാം കേട്ടോ. ബൈ.